ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആക്ച്വലി നമ്മുടെ ടെക്നീഷ്യന്മാർ ഫീൽഡിൽ പോകുന്ന ടെക്നീഷ്യന്മാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ISPസും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണത്. എന്നാൽ ഈ പ്രശ്നം അത് അവരുടെ ഒരു തെറ്റുകൊണ്ട് വരുന്നതല്ല. അതായത് നോർമൽ ആൾക്കാരുടെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ ഒരു ആളുകൾ, അതായത് ഈ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എടുക്കുന്ന വൈഫൈ കണക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വരുന്ന ചെറിയ അറിയില്ലായ്മയാണ് ആ ഒരു പ്രശ്നം. പക്ഷേ കൂടുതലും ഈ ഒരു ISPയിലുള്ള ടെക്നീഷ്യന്മാർക്കൊക്കെയാണ് അത് കൂടുതലായിട്ട് അതിൻ്റെ ആ ഒരു തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ ആ മോഡത്തിൻ്റെ വൈഫൈ കവറേജ് കുറഞ്ഞു വരുന്നതോ അല്ലെങ്കിൽ ഒരു താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലോട്ട് കിട്ടാതാവുന്നതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായി. അത് വേർഷ്യമല്ല, വേറൊന്നുമല്ല. അതായത് ഒരു കസ്റ്റമർക്ക് താഴത്താണ് അവരുടെ മെയിൻ മോഡം വച്ചിരിക്കുന്നത്. സർവീസ് പ്രൊവൈഡർ മോഡം കൊടുത്ത് വച്ചിരിക്കുന്നത് താഴത്താണ്. അവിടുന്ന് മുകളിലെ നിലയിലോട്ട് റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവരത് കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു. അവിടെ നിന്നൊരു ടെക്നീഷ്യൻ വന്നു, അത് നോക്കി. അവർ നോക്കിയപ്പോൾ അവരുടെ മോഡത്തിന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് കണക്ടിവിറ്റിയൊക്കെ ഓക്കെയാണ്, ഫൈനാണെന്ന് പറഞ്ഞു. പിന്നെയും ഇതുപോലെ തന്നെ മുകളിലോട്ട് റേഞ്ച് എത്തുന്നില്ല. അവർ ആ ഒരു ISP, അതായത് ആ ഒരു കണക്ഷൻ എടുത്ത പ്രൊവൈഡറിനെ ഉപേക്ഷിച്ചു, വേറൊരു പ്രൊവൈഡറിനെ കൊണ്ടുവന്നിട്ടും ഇതുപോലെ തന്നെ മുകളിലോട്ട് കണക്ടിവിറ്റി ആ റേഞ്ച് കിട്ടുന്നില്ല. താഴത്ത് ഓക്കെയാണ്, പക്ഷേ മുകളിലോട്ട് റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇഷ്യൂ. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ നോർമലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സർവീസ് പ്രൊവൈഡറിൻ്റെ എൻഡിലൊരു ഇഷ്യൂ ആയിരിക്കില്ല. അതായത് ആ ഒരു ഒരിക്കലും ഒരു 99% ഒരു മോഡത്തിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് റേഞ്ച് കുറയില്ല. റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്ന റേഞ്ച് അങ്ങനെ കുറയില്ല. കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് ഒന്നില്ലെങ്കിൽ എക്സ്ട്രാ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ആ ഒരു ഓരോ വാൾസ് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോഴും ആ ഒരു വൈഫൈയുടെ സിഗ്നൽസ് കുറയും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വൈഫൈ എക്സ്റ്റൻഡർ സ്ഥാപിക്കുക. എക്സ്റ്റൻഡറുകൾ പല വിധമുണ്ട്. നോർമൽ, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണത്തോളം വൈഫൈ എക്സ്റ്റൻഡേഴ്സ് ഉണ്ട്. നോർമൽ എക്സ്റ്റൻഡേഴ്സാണത്. ഒരു റൂമിലോട്ടോ മറ്റൊരു ചെറിയൊരു പർപ്പസിനൊക്കെ ഇത്തരം എക്സ്റ്റൻഡേഴ്സ് മതി. ഇനി അതെല്ലാം നമുക്ക് ഹൈ സ്പീഡിലോട്ട് വേണമെങ്കിൽ റൗട്ടേഴ്സ് വെക്കാം. ഈ ഒരു മെയിൻ മോഡത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് ഫ്ലോറിലോട്ടൊരു വയർ വലിച്ചിട്ട് അവിടെ വയേർഡായിട്ടൊരു കണക്ഷൻ, ഒരു റൗട്ടർ കൊടുക്കുക. റൗട്ടർ കൊടുത്താലും നല്ല സ്പീഡ് ഉണ്ടാവും. ഇനി അതല്ല, ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, ഒരു ഓഫീസ് സ്പേസ് ഒക്കെ ആണെങ്കിൽ ഈ കാണുന്ന പോലത്തെ ആക്സസ് പോയിൻ്റ് വയ്ക്കാം. ആക്സസ് പോയിൻറ്റും ഇതുപോലെ തന്നെ ഇവിടുന്ന് ലൈൻ വലിച്ച് അവിടെ ഒരു ആക്സസ് പോയിൻ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താലാണ് ആ ഒരു കവറേജ് കൂടുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും ബാലിശമായൊരു ചോദ്യങ്ങളിലൊന്നാണ് ഈവൻ ടെക്നീഷ്യന്മാർ വരെയും ചോദിക്കാറുണ്ട്. അതായത് ഒരു മോഡത്തിൻ്റെ കവറേജ് എത്രയാണ്, ഇത് എത്ര മീറ്റർ കിട്ടും, 100 മീറ്റർ കിട്ടുമോ, 200 മീറ്റർ കിട്ടുമോ എന്നുള്ളത്. ആക്ച്വലി ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു മോഡത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റൗട്ടറിൻ്റെ ഒരു വൈഫൈ കവറേജ് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് ആണ്. അതായത് ഒരു ഓപ്പൺ പ്ലേസിൽ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നാണ് നിങ്ങൾ ആ ഒരു മോഡം വയ്ക്കുന്നുണ്ടെങ്കിൽ മേ ബി എൻ്റയർ ഗ്രൗണ്ട് ആ ഒരു കവറേജ് ആ ഒരു മോഡത്തിൽ നിന്ന് കിട്ടും. അതേസമയം നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ വേണമെങ്കിൽ 2 റൂമിനപ്പുറം കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വൈഫൈ കവറേജിൻ്റെ ആ ഒരു ബാൻഡ് വിത്ത് ഉണ്ട്. 2.4 5G 2 ബാൻഡ് വിത്തിലാണ് നോർമലി ഡ്യുവൽ ബാൻഡിൽ വരുന്നത്. സിംഗിൾ ബാൻഡ് ആണെങ്കിൽ 2.4 മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബാൻഡ് വിത്തിൽ വരുന്ന ഈ വൈഫൈക്ക് സഞ്ചരിക്കുന്ന ഒരു ദൂരം ഉണ്ടല്ലോ, ഈ ദൂരം ആക്ച്വലി ഡിപ്പെൻസ് ആണ്. അതായത് ഓരോ ഒബ്സ്ട്രക്ഷൻ അനുസരിച്ച്, ഓരോ തടസ്സം അനുസരിച്ച് ഇത് കുറയും. ഇത്ര DB വെച്ചിട്ട് ലോസ് വരും. ഏകദേശം ഒരു കോൺക്രീറ്റ് വാൾ കവർ ചെയ്ത് പോകുമ്പോൾ ഏകദേശം ഒരു 37 DBയോളം ലോസ് അവിടെ വരികയാണ്. അതായത് 2 കോൺക്രീറ്റ് വാൾ കഴിയുമ്പോൾ തന്നെ അടുത്തതിലോട്ട് പോകാനുള്ള കവറേജ് അതിനുണ്ടാവില്ല. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ പ്ലേസിൽ അപ്പോൾ മേ ബി ആ ഒരു ഇത്ര മീറ്റർ കവറേജ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെട്ടിയുടെ പുറത്ത് എഴുതിയേക്കുന്നത് അത് ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ലാത്തൊരു ഏരിയയിലാണ് പറയുന്നത്. പക്ഷെ അത് അല്ലാത്ത ഒരു പക്ഷം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആ ഒരു ഒബ്സ്ട്രക്ഷനിൽ നിൽക്കില്ല, ആ ഒരു കവറേജ് നിൽക്കില്ല. അപ്പോൾ ഇത്തരം വൈഫൈ എക്സ്റ്റൻഡറുകൾ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ എക്സ്റ്റൻഡേഴ്സ് തന്നെ വയർലെസ് എക്സ്റ്റൻഡേഴ്സും ഉണ്ട്, വയേർഡ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ആ ഡിവൈസ് പറഞ്ഞത് തന്നെ എക്സ്റ്റൻഡർ വയർലെസ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം കാണിച്ച ഡിവൈസ് വയർലെസ് ആണ്. ഈ കാണുന്ന ഡിവൈസ് വയർലെസ് ആയിട്ടുള്ളതാണ്. ഇനി റൗട്ടേഴ്സൊക്കെ നമ്മൾ വയേർഡ് ആയിട്ടാണ് നോർമലി വെക്കുന്നത്, വയർലെസ് ആയിട്ടും വെക്കാം. നമുക്ക് കൂടുതൽ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ മുകളിലത്തെ ഫ്ലോറിലോട്ടാണ് അല്ലെങ്കിൽ താഴത്തെ ഫ്ലോറിലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ സ്പീഡ് വേണമെങ്കിൽ തീർച്ചയായിട്ടും റൗട്ടറുകൾ വയേർഡ് ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഒരു കൂടുതൽ ആ ഒരു വൈഫൈ കവറേജ് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ ആ ഒരു വൈഫൈയുടെ റേഞ്ചിൻ്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, പല റൂമിലും കിട്ടുന്നില്ല അല്ലെങ്കിൽ വേറെ ഫ്ലോറിലോട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു സർവീസ് പ്രൊവൈഡർ മാറ്റി വെറുതെ ഒരു സർവീസ് പ്രൊവൈഡർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ആകില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള എക്സ്റ്റൻഡേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്തരം ടെക്നീഷ്യൻസിനെ കോൺടാക്ട് ചെയ്യുക. ആ ഒരു പ്രൊവൈഡറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തരത്തിലുള്ള കോൺടാക്ട് അവർ തന്നെ പാസ് ചെയ്ത് തരും. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു എക്സ്റ്റൻഡർ വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു വൈഫൈ കവറേജിൻ്റെ ഇഷ്യൂ മാറ്റാനായിട്ട്. അല്ലാണ്ട് സർവീസ് പ്രൊവൈഡർ മാറ്റി വെറുതെ ആ ഒരു കാശ്, നമുക്കറിയാം ഇനീഷ്യൽ കോസ്റ്റ് കൊടുക്കണം, ആ ഒരു കാശ് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഇതുപോലത്തുള്ള നെറ്റ്വർക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസും ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.